ഹലോ ഗൈസ്, എഫ്രൈം വ്ലോഗോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് വ്ലോഗ് ചെയ്യുന്നത്. എൻ്റെ പേര് എഫ്രൈം. ഇതെൻ്റെ അമ്മ സുജാ സാംസൺ. എൻ്റെ അമ്മ ഒരു ഹോം മെയ്ഡ് പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചെറിയൊരു വ്ലോഗാണ്. അമ്മ ഇത് എവിടെ വരുന്നത്? ഇത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിലെ അത്തച്ചാക്കൽ എന്ന പ്രദേശത്ത്. ഞങ്ങളിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ഒരു കറി പൗഡറിൻ്റെ യൂണിറ്റാണ്. അതിനകത്ത് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അതേപോലെ കുരുമുളക് പൊടി, ഇത്രയും സാധനമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തുകൊണ്ടാണ് കറി പൗഡർ യൂണിറ്റ് തുടങ്ങാൻ കാരണം? തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞാലൊക്കെ ഉണ്ട്, ഞാൻ ഒരു പ്രാവശ്യം മുളക് വാങ്ങിച്ചപ്പോൾ അത് പെട്ടെന്ന് കേടായിപ്പോയി. 1-2 ആഴ്ചക്കകത്ത് ആ മുളക് പൊടി കേടായിപ്പോയി. അപ്പോഴേ ഞാൻ ഓർത്തു, നമ്മൾ രണ്ടാമത് പിന്നെയും വാങ്ങിച്ചപ്പോഴും ഇതേപോലെ തന്നെയാണ് സംഭവിച്ചത്. അപ്പം ഞാൻ ഓർത്തു ഈ മുളക് പൊടിക്കകത്ത് എന്തോ മായം ചേർന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോഴേ ഞാൻ മനസ്സിൽ തന്നെ കരുതി, ഇങ്ങനെയുള്ള മുളക് പൊടി വാങ്ങിച്ചാണല്ലോ മനുഷ്യരെല്ലാം ഇത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളെ കഴിയാവുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നല്ല ക്വാളിറ്റിയുള്ള മുളക്, ഗുണനിലവാരമുള്ള മുളക് വാങ്ങിച്ച് അത് മിതമായ നിരക്കിൽ കസ്റ്റമറിന് കൊടുത്താലെ കൊണ്ട് അവർക്കത് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് ഇപ്പം ഏതൊക്കെ പൊടികളാണ് നമ്മുടെ സ്റ്റോക്ക് ഉള്ളത്? നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാലെ കൊണ്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. നമുക്ക് ചില്ലി പൗഡർ തന്നെ നമുക്ക് കാശ്മീരി മുളക്, നമ്മൾ ഈ മുളക് എടുക്കാൻ പോകുമ്പോഴാണ് നമുക്ക് പല ടൈപ്പ് മുളക് ഉണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണ നമ്മൾ കാശ്മീരി ചില്ലി അല്ലെങ്കിൽ പിന്നെ പിരിയൻ മുളക്, ഈ 2 മുളകാണ് സാധാരണ എല്ലാവരും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മുളക് നമ്മൾ എടുക്കാൻ പോകുമ്പോഴാണ് നമ്മൾ പിന്നാണെങ്കിൽ മുളക് തന്നെ പല ടൈപ്പ് ഉണ്ടെന്ന് പറയുന്നത്. കാശ്മീരി ചില്ലി ഉണ്ട്, നമുക്ക് പിരിയൻ മുളക് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്, കാശ്മീരി തന്നെ ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കുറഞ്ഞതും പല ടൈപ്പുകളുണ്ട്. അപ്പോഴേ നമ്മൾ എടുക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. കാശ്മീരി മുളകുണ്ട് നമുക്ക്, അതേപോലെ നമുക്ക് KDL എന്നും പറഞ്ഞൊരു മുളകുണ്ട്, അത് മീഡിയം എരിവേ ഉള്ളൂ. പിന്നെ പിരിയൻ മുളകുണ്ട്, പിന്നെ പാണ്ടി മുളകെന്ന് പറഞ്ഞുണ്ട്. ഇതെല്ലാം ക്വാളിറ്റിക്കകത്ത് വ്യത്യാസങ്ങൾ, വില വ്യത്യാസം അനുസരിച്ച് ക്വാളിറ്റിക്കകത്ത് വ്യത്യാസം വരും. നമ്മൾ ക്വാളിറ്റി ഉള്ള സാധനമാണ് എടുക്കുന്നത് മെയിനായിട്ട് മുളക് പൊടിക്കകത്ത്. പിന്നെ അതേപോലെ മല്ലി തന്നെ പല ടൈപ്പുണ്ട്, അത് നമ്മൾ ക്വാളിറ്റി ഉള്ള സാധനമാണ് എടുക്കുന്നത്. അതേപോലെ മഞ്ഞൾ നമ്മൾ ഒറിജിനൽ ശരിക്കും മഞ്ഞൾ എടുത്ത് നമ്മൾ ക്ലീനാക്കി ഉണക്കി പൊടിച്ചാണ് നമ്മൾ മഞ്ഞൾ എടുക്കുന്നത്. ഗരം മസാല എന്ന് പറഞ്ഞാൽ ഗരം മസാല നമ്മൾ വാങ്ങിച്ച് ക്ലീനാക്കി അത് ഉണക്കി പൊടിച്ചാണ് നമ്മൾ ഗരം മസാല എടുക്കുന്നത്. അത് നമ്മൾ ഓർഡർ അനുസരിച്ചാണ് ഗരം മസാലപ്പൊടി എടുത്തു കൊടുക്കുന്നത്. നമ്മൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ നമ്മൾ പാക്കറ്റ് വില അല്ലെങ്കിൽ വലിയ കമ്പനികളുടെയൊക്കെ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എന്ത് സാധനമാണെന്ന് പോലും നമുക്കറിയത്തില്ല. നമ്മൾ ഒറിജിനലായിട്ടുള്ള സാധനം നമ്മൾ തന്നെ എടുത്ത് ക്ലീനാക്കി നമ്മൾ വിശ്വസ്തയോടാണ് കസ്റ്റമറിന് കൊടുക്കുന്നത്. അമ്മ, ഈ യൂണിറ്റിന് എത്ര സ്റ്റാഫും എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നത്? ഞാൻ തന്നെയാണ് പോയി സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നീട് നമുക്കിപ്പം നിലവിൽ 5 സ്റ്റാഫുണ്ട്. അവർ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അവർ തന്നെയാണ് എല്ലാം ക്ലീനാക്കി എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്ത് പൊടിച്ച് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് കസ്റ്റമറിന് വേണ്ടുന്ന രീതിയിൽ നല്ല സീൽ ചെയ്താണ് സാധനങ്ങൾ കൊടുക്കുന്നത്. അതേപോലെ പുറത്തുള്ള US, കാനഡ, പിന്നെ ഗൾഫ് രാജ്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കസ്റ്റമർ തന്നെ വാങ്ങിച്ച് സാധനങ്ങൾ കൊടുത്തു വിടാറുണ്ട്. അവരുടെ മക്കളെയൊക്കെ കാണാൻ പോകുമ്പോൾ, വിദേശത്ത് പോകുമ്പോൾ നമ്മുടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുപോകാറുണ്ട്. കുരുമുളക് നമ്മൾ എപ്പോഴും പൊടിക്കുമ്പോൾ തീരെ നൈസായിട്ട് പൊടിക്കുന്നതിനേക്കാളും ശകലം ഫ്രഷായിട്ട് ചെറിയ തരിതരിയായിട്ട് കിടക്കുന്നതാണ് നല്ല ചെറിയ രീതിയിൽ. ഒത്തിരി അങ്ങ് പൊടി തീരെ നൈസ് പൊടിയാവുന്നതിനെക്കാട്ടും നമ്മൾ ഓർഡർ അനുസരിച്ച് മാത്രമേ ഗരം മസാലയും കുരുമുളക് പൊടി എടുത്ത് കൊടുക്കത്തുള്ളൂ. ചില കറി പൗഡറാണെങ്കിൽ റേറ്റ് കുറഞ്ഞും കൂടി നിൽക്കുന്നുണ്ട്. ഇപ്പം തീരെ റേറ്റ് കുറഞ്ഞ ചിലയിടത്തുണ്ട്. അപ്പം ഇത് എല്ലാവർക്കും ഇപ്പം കൂടി വാങ്ങിക്കാൻ പറ്റത്തില്ല എന്തായാലും. അപ്പം എൻ്റെ ഒരു ചോദ്യം ചെയ്യുമ്പം ഇത് എൻ്റെ മാത്രമല്ല, പൊതുവായിട്ട് എല്ലാവരുടെയും ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കുറഞ്ഞത് വാങ്ങിക്കുന്നില്ല ഇച്ചിരി ബെറ്ററായിട്ട് തോന്നുന്നത്. കാരണം ഇതെല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരിക്കലും. അപ്പം അതിനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ കൊണ്ട് നമ്മൾ ഏതൊരു സാധനം ഗുണനിലവാരമുള്ള സാധനം വാങ്ങിക്കുമ്പം, ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങിക്കുമ്പം അതിന് ശകല എമൗണ്ട് ആവും.
ഒത്തിരി അല്ല, കസ്റ്റമർ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേ ആകത്തുള്ളൂ. നമ്മൾ നിലവാരമില്ലാത്ത സാധനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വില കുറച്ച് പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. ഗുണനിലവാരമില്ലാത്ത സാധനം പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ ആ സാധനം വാങ്ങിച്ച് കഴിക്കുന്നത് മനുഷ്യരാണെന്നുള്ളൊരു ബോധം വേണം. ആ മനുഷ്യർ അത് കഴിച്ചേച്ച് അതിൻ്റെ 7 ഇരട്ടി പൈസയാണ് ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കളയുന്നത്. അതിനേക്കാൾ എത്രയോ നല്ലതാണ് നിലവാരമുള്ള ഗുണനിലവാരമുള്ള ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നത്. നമ്മുടെ കടയിലാണെങ്കിലും വന്ന് ആരെങ്കിലും ഇച്ചിരി പൈസ ഇതിന് ഇച്ചിരി എമൗണ്ട് കൂടുതലല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കാരണം നിങ്ങൾ ഗുണമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ചാൽ, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു മായവും ചേർക്കാത്ത ക്വാളിറ്റിയുള്ള നല്ല ഗുണനിലവാരമുള്ള സാധനം വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതിന് പിന്നാണെങ്കിൽ അതിൻ്റെ പൈസ ഹോസ്പിറ്റലിൽ കൊണ്ട് കളയേണ്ടി വരത്തില്ല. അപ്പോൾ അത് അവർക്കത് മനസ്സിലാവുകയും അവരത് അംഗീകരിക്കുകയും ചെയ്യാറുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ കറി പൗഡേഴ്സ് ഉണ്ടല്ലോ, അതിപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. അപ്പം അവർക്ക് എങ്ങനെയാണ് അമ്മയൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത്? ഈ വീഡിയോയുടെ അടിയിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്താലെ കൊണ്ട്, അഡ്രസ്സ് തന്നാലെ കൊണ്ട് അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അത് എവിടെയായിരുന്നാലും അവർക്ക് അവിടെ ഡെലിവറി ചെയ്ത് കൊടുക്കും.